ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്. നീ എത്ര സമയം ഒരുങ്ങാൻ കയറിയിട്ട്? പൊതുവെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വലിയ ഹെവി മേക്കപ്പിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാനൊരു തമാശ പറഞ്ഞതാ. നമുക്കറിയാം നമ്മള് കലാകാരന്മാരൊക്കെയാണ്. കലാകാരനാണ്. ശാസ്ത്രജ്ഞന്മാരായത് നമ്മുടെ തെറ്റാണോ? കൈയടിച്ചൂടെ? എന്താ പേര്? പേര് പറയടാ. പൈസ കഴിച്ചടിക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാ മാവെടുത്ത് തിന്നെ? മാവില്ലാത്തല്ല പൈസ. ഇവിടെ തീക്കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. Good evening and welcome to Luna's Comedy Super Night. Luna's Comedy Super Nightന്റെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് ഏട്ടനെ. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി? എന്റെ ദൈവം, എന്താ ഇത് അശ്വതി ഇങ്ങനെ പൂത്തൊലഞ്ഞു നിൽക്കുകയാണല്ലോ. നല്ല ചുരിദാറ്, അസലായിട്ട് മുടിയെല്ലാം ഇങ്ങനെ കേൾ ചെയ്ത് വെച്ചേക്കുന്നു. ഉഗ്രം ചെരുപ്പ്. ചെരുപ്പാണോ സ്റ്റൂളാണോ? സ്റ്റൂൾ. എല്ലാം ഒന്ന് കണ്ടോട്ടെ. ഓക്കെ, എല്ലാം മനോഹരമായിട്ടുണ്ട്. പക്ഷെ അശ്വതി മാത്രം ബോറ്. ലിഫ്റ്റിക്കൊക്കെ ഇന്ന് ആഹാരമൊന്നും കിട്ടിയില്ല. ലിഫ്റ്റിക്കൊക്കെ എടുത്ത് തിന്നേക്കുന്നു. ചേട്ടാ, ഈ ബുർജ് ഖലീഫയുടെ മുകളിൽ ടിക്കറ്റ് എടുത്ത് കയറ്റിട്ട് തള്ളി താഴോട്ടിടരുത്, മനസ്സിലായോ? പിന്നെ ഇതെല്ലാം ഗംഭീരം എന്ന് പറഞ്ഞപ്പോ അശ്വതി ശരിക്കും ഒന്ന് സുഖിച്ചില്ലേ? അതിപ്പോ ആർക്കാണെങ്കിലും കുറച്ച് സൂഹിക്കും. ഇപ്പൊ ചേട്ടൻ തന്നെ എന്റെ അടുത്ത് ചോദിച്ചില്ലേ ഇങ്ങോട്ട് ഇറങ്ങാൻ, ഈ റെഡ് ഷർട്ട് എങ്ങനെയുണ്ട്, ഇന്നലെ ഇട്ടിരുന്ന ബ്ലൂ അല്ലായിരുന്നോ, കുറച്ചും കൂടെ നല്ലത്, ഇങ്ങനെയൊക്കെ ചോദിച്ചില്ലേ? അല്ല, അതങ്ങനെ ചോദിച്ചു. പക്ഷെ ഏറ്റവും കൂടുതൽ ഗ്ലാമറിനെ കുറിച്ചൊക്കെ പറയുമ്പോ സ്ത്രീകളല്ലേ എൻജോയ് ചെയ്യുന്നത് അല്ലേ? എന്ത് നമ്മള് കുറച്ച് എൻജോയ് ചെയ്യായിരിക്കും. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ സൗന്ദര്യം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് കുറച്ചും കൂടെ ഒക്കെ കോൺഷ്യസ് ആയിട്ടുള്ള പുരുഷന്മാരാണ്. ഒരിക്കലുമല്ല, സ്ത്രീകൾ തന്നെയാണ്. അതിന് തെളിവ് തന്നെ ഉണ്ടല്ലോ. കേരളത്തിൽ ഇപ്പൊ എന്തോരം സ്ത്രീകളുണ്ടോ അതിന്റെ 2 മടങ്ങ് കൂടുതലാണ് ബ്യൂട്ടി പാർലർ. ഇങ്ങനെ പെറ്റ് പെരുകി കിടക്കും. ഓരോ മുക്കിലും ബ്യൂട്ടി പാർലർ ഉണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കുക, സ്ത്രീകളാണ് ബ്യൂട്ടിയിൽ ഏറ്റവും കൂടുതൽ കോൺഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആണുങ്ങൾ തന്നെ മുടിയിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. മുടി ഇങ്ങനെ വളർത്തുന്നു, ബുമ്മെന്ന് വെക്കുന്നു, സ്പൈക്ക് ചെയ്യുന്നു, അതുപോലെ പേം ചെയ്യുന്നു, പിന്നെന്താ അപ്പാച്ചി വെട്ടുന്നു. അപ്പച്ചി വെട്ടുന്ന അല്ല, അപ്പാച്ചി അങ്ങനെ ഒരു സ്റ്റൈലില്ലേ? ഉണ്ട്. അങ്ങനെ വെട്ടുന്നു. പിന്നെ പണ്ടാണെങ്കിൽ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, കുളിക്കത്തൊന്നുമില്ല, മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി കുളിക്കാതെ നനയ്ക്കാതെ ഒക്കെ നടക്കുന്ന ഒരു ഹിപ്പി സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത്? അത് കണ്ടില്ലേ? അല്ല, ശരിക്കും ഹിപ്പി സ്റ്റൈല് കുളിക്കാതെ നടക്കുന്നു എന്നൊക്കെ അശ്വതി ഇത്ര വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ ഹിപ്പി സ്റ്റൈലുള്ള ആരെങ്കിലും ഇടയ്ക്ക് പരിചയപ്പെട്ടിരുന്നോ? ഇപ്പൊ കുഴപ്പമില്ല, മാറിയിട്ടുണ്ട്. ഓഹോ, ഞാൻ അങ്ങനെ ഹിപ്പി വെക്കാറില്ല. ഒരു ഗോൾ അടിക്കാൻ നോക്കിയതാ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആണുങ്ങളും സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫാഷന്റെ പിന്നാലെ പോകുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ല. അല്ല, മോശമല്ല. ഇതിപ്പോ ഇതേ ഇരിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ എന്താ വക്യോൽ കൂന പോലുള്ള മുടിയൊക്കെ അയച്ചിട്ട്. ശരിക്കും ഇത് നമ്മൾ ആണുങ്ങൾ ഇങ്ങനെ ഫാഷനായിട്ട് നടക്കുന്നത് ഒരു പരിധിവരെ സ്ത്രീകളൊക്കെ ഒന്ന് കാണാനാണ്. പക്ഷേ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ കാണിക്കാൻ മാത്രമല്ല, സ്ത്രീകളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അണിഞ്ഞൊരിഞ്ഞ് നടക്കുന്നത് അല്ലേ? നമ്മളിപ്പോ അതുപോലെ നടക്കുന്നത്. എന്നെ കൊണ്ട് ഒരിക്കലും ആ മുടി വെക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ സ്ത്രീകളാണെങ്കിൽ ആ മുടിനെ സ്ട്രെയിറ്റിൻ ചെയ്ത് അടിച്ച് ഇല്ലാതാക്കിയാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്നവര് പറയില്ലേ, ഓ അശ്വതി എന്നിട്ട് എന്ത് നല്ല ചുരിദാറല്ലേ, എന്നിട്ട് ആ പച്ച ഷോൾ അടിപൊളിയായിട്ടുണ്ട്. ഇത് വീട്ടിൽ പോയി ചർച്ച ചെയ്യില്ലേ? ചെയ്യും. എന്തിനാ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു സംഭവം ഓർമ്മ വന്നത്. ഞാൻ ഈ അടുത്തിടെ ഒരു സീരിയല് കണ്ടു. സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി, ചിരിച്ചുപോയി ഞാൻ. സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരാൾ രാവിലെ വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് ബെല്ലടിക്കുമ്പോൾ മകൻ ഇറങ്ങി വരും. 5 മണിയായി. എന്താ ഇത്രയും അതിരാവിലെ, ആരും ഉറക്കണീറ്റില്ല? അല്ല, അമ്മ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയെ വിളിക്കാം. ടക്ക്, ബെഡ്റൂമിൽ ചെന്ന് അമ്മയെ വിളിക്കുകയാണ്. ടക്ക് ടക്ക്. എന്താ മോനെ, ഇങ്ങനെയാണ് കാര്യം. നല്ല ഉറക്ക ക്ഷീണം. അമ്മേ, ദേ അങ്കിള് വന്നിരിക്കുന്നു, ഒന്ന് കാണണമെന്ന്. ഇറങ്ങി വരുന്നത് ഉറക്കപ്പായിന്ന്, പട്ട് സാരി ഉടുത്ത് നല്ല ബോർഡറൊക്കെ വെച്ചിട്ട്. ഇപ്പൊ മറ്റേ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതല്ല, നല്ല സ്പായൊക്കെ ചെയ്ത്. മോനെ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടാ, ഞാൻ ഉറക്ക ക്ഷീണം. മുഖത്ത് ഒരു കുഴപ്പമില്ല, പട്ട് സാരി ഉടുത്തോണ്ടാണ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, അംബാനിയിലെ പെണ്ണുമ്പിള്ള പോലും നൈറ്റ് കൊടുത്തോണ്ടാ കിടക്കുന്നത്. ഇനി അതും പോട്ടെ, ഇപ്പോൾ സിനിമാ കഥ പറയുന്നെങ്കിൽ സാധാരണ നമ്മളൊക്കെ ഒരു സിനിമാ കഥ പറയും. ഇപ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ കഥ തന്നെ എടുക്കാം. നമ്മൾ പറയും അവിടെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, സുരേഷ് ഗോപിയുടെ അടുത്ത് വന്നിട്ട് ശോഭന പറയും, പിന്നെ ചേട്ടൻ അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോകണം എന്ന് പറയുന്ന ആ സീനുണ്ടല്ലോ, അത് കിട്ടില്ല സീനാടാ എന്ന് പറയും. ഇപ്പൊ പെണ്ണുങ്ങളാണ്
വേറൊരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കണേ പറയും എടീ സംഭവം എന്തെന്നറിയാം, സുരേഷ് ഗോപി ഒരു മഞ്ഞ ഷർട്ട് ഇട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പിന്നെ എന്തോ വൈറ്റ് സാരിയിലെ ചെറിയ പുള്ളി മറ്റേ മങ്കിപ്പുള്ളിയൊക്കെ വെച്ചിട്ട് ആ ശോഭന വന്നിട്ട് പറയും അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ പോവണം, ഞാനിന്ന് പോയിട്ട് വരട്ടെ എന്ന് നോക്കി. എന്നിട്ടൊന്നുമില്ല, ഈ മുടി ഇത്രയുണ്ടടി ഇങ്ങനെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്തല്ലേ കഥ പറയുന്നത്. ആ അതാണ് ചെയ്യുന്നത്. പക്ഷെ പുരുഷന്മാർ അങ്ങനെയൊന്നും കഥ പോലും പറയില്ല. അല്ലെ, പുരുഷന്മാർക്ക് പറയാൻ വലിയ കഥ ഇല്ലാത്തത് കൊണ്ടും കൂടെയാണ്. കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ കവികളൊക്കെ ഉണ്ടല്ലോ, എന്തുമാത്രമാണ് സ്ത്രീകളെ മാത്രമാണ് വർണ്ണിച്ചിട്ട് പാട്ടുകളൊക്കെ ഉള്ളത് അല്ലെ. പുരുഷന്മാരെ വർണ്ണിച്ചിട്ട് എന്ത് പാട്ടുള്ളത്, സ്ത്രീകളെയൊക്കെ വർണ്ണിച്ച് പാട്ട് കേട്ടില്ലേ, നിൻതുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ. അപ്പൊ അതുപോലെയുള്ള അത് കവികളൊക്കെ ഇമാജിൻ ചെയ്താണ്. ശരിക്കും നിന്നൊക്കെ കണ്ടിട്ട് ഒരിക്കലും ഒരു വരി പോലും ഒരു കവിതയ്ക്ക് എഴുതാൻ പറ്റില്ല. ഇതൊക്കെ ഇമാജിൻ ചെയ്യണം. നീണ്ട തുമ്പ്, തുളസി കതിര് ഇതൊക്കെ വെച്ചിട്ട് എഴുതണം. അങ്ങനെയുള്ള ഒരുപാട് കവിമാരുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർക്കുന്നു. ചേട്ടാ, പക്ഷെ ഒരിക്കലും ഒരാളെ കണ്ടിട്ടല്ല അത് എഴുതുന്നത് അല്ലേ. ഒന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ പൊതുവെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വലിയ ഹെവി മേക്കപ്പിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇല്ല, മേക്കപ്പിനോട് അല്ല, ഞാൻ പറയുമായിരുന്നു. അല്ല, മേക്കപ്പിനോട് താല്പര്യമില്ല എന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു എപ്പിസോഡ് എടുക്കാൻ സത്യമായിട്ട് ഞാൻ വിളിച്ച് പറയുകയാണ്, മാക്സിമം പോയ ഒരു 1.5-2 മണിക്കൂർ എടുക്കും. പക്ഷേ അശ്വതി ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിന് ഡ്രസ്സും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ 5 മണിക്കൂർ. ഇങ്ങനെ കള്ളം പറഞ്ഞാലേ കണ്ണുകൂട്ടി പോയോ. ഇന്നലെ ഞാൻ കറക്റ്റ് 4 മണിക്കൂർ 4.25 മണിക്കൂറിൽ നിർത്തി. അങ്ങനെ കുറച്ച് മേക്കപ്പ് ഇട്ടു തന്നെ ഇരിക്കട്ടെ. പക്ഷെ എന്നാലും പണ്ടത്തെ പോലെ നമ്മളിങ്ങനെ തുമ്പ് കെട്ടി ഇടാറൊന്നുമില്ല. ഇന്നിപ്പോ മാക്സിമം എല്ലാവരും മുടി അഴിച്ചിടാനാ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ ഫുൾ ഇങ്ങനെ പെൺപിള്ളേരെ ശ്രദ്ധിച്ചറിയാം, മുടിയൊക്കെ അഴിച്ചിട്. ഈ പറഞ്ഞ സത്യമാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഇപ്പോഴുള്ള പെൺകുട്ടികളുടെ ഏകദേശം 90% ജീവിതത്തിന്റെ 90%വും ഈ മുഖത്തൂടെ കിടക്കുന്ന മുടി ഒതുക്കി ഇങ്ങനെ ചെവിയുടെ ബാക്കിലോട്ട് വയ്ക്കാനാണ് അവര് സമയം കണ്ടെത്തുന്നത്. സത്യമല്ലേ? എന്ത് പറഞ്ഞാലും കട അതേ പിന്നെ ഞാന് വെറുതെ സംസാരിച്ചിട്ട് ഇതിനെങ്ങോട്ട് ഇടും, വന്നില്ല ഇങ്ങനെ കൊട്ടിയൊക്കെ ഇടും, തല വെട്ടിച്ചൊക്കെ വന്നു പിന്നെ ഇല്ല സാർ ഞാന് എന്തിനാ അതിനേക്കാൾ ഈ തൂങ്ങി കിടക്കുന്നതിനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക അല്ലേ. ഇതെന്തിനാ ഇങ്ങനെ വെച്ചേക്കണേ? അങ്ങനെ ഇട്ടാ പിന്നെ എനിക്ക് പിടിച്ചിങ്ങോട്ട് ഇടാൻ പറ്റുമോ? അതാണ് ഇവർക്കൊക്കെ അതൊരു സ്റ്റൈലാക്കി മാറ്റണം. ഇതുപോലെ മേക്കപ്പിനെ കുറിച്ച് ഒരു കഥയുണ്ട്. ഭാര്യയും ഭർത്താവും കൂടെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഇങ്ങനെ വീട്ടിന് പുറത്തിറങ്ങിയിട്ട് ഭർത്താവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ദേ ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്, നീ എത്ര സമയം ഒരുങ്ങാൻ കയറിയിട്ട്. ഉടനെ അകത്ത് നിന്ന് വൈഫ് പറയും ഒരു 5 മിനിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യാം, 5 മിനിറ്റ് ഉടനെ ഞാൻ ഇറങ്ങി വരാം. വീണ്ടും ഇയാൾ നിൽക്കും, എടേ ഇറങ്ങി വരുന്നില്ലേ. ഉടനെ ദേഷ്യപ്പെട്ട് ഭാര്യ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര വെപ്രാളം, കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ പറയാൻ 5 മിനിറ്റ് എനിക്ക് തരാൻ. 1 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. അതൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു. ചേച്ചി എത്ര മണിക്കൂർ എടുക്കും? 6 മണിക്കൂർ. 1/2 മണിക്കൂർ വെറുതെ ഒരു പൊട്ടെടുത്ത് ഇങ്ങനെ വെക്കാൻ. ദൈവമേ, ബ്യൂട്ടി പാർലറിൽ പോകാത്ത നന്നായി. പക്ഷേ ചേട്ടൻ ഇപ്പൊ പറയുന്ന കേട്ടോ തോന്നും പുരുഷന്മാർക്ക് ഒന്നിനും സമയം വേണ്ടെന്നുള്ളത്. നിങ്ങൾ ഒരു മീശ തന്നെ താജ്മഹൽ പണിയാൻ എത്ര സമയം എടുക്കും അല്ലെ? മീശ ഇങ്ങനെ വളച്ചു വെക്കുന്നു, പിരിച്ചു വെക്കുന്നു, താഴ്ത്തി വെക്കുന്നു, ബുൾഗാം വെക്കുന്നു, കൊമ്പം മീശ വെക്കുന്നു, ഇവിടെ ഒക്കെ ചിരണ്ടി വെക്കുന്നു. അതിനൊന്നും സമയം വേണ്ട. എന്നെ കണ്ടിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇത് ഞാൻ ഫാഷൻ ആക്കിയതല്ല, അബദ്ധത്തിൽ ഫാഷൻ ആയതാണ്. ജിത്തു ആണ് ഇവിടുത്തെ മേക്കപ്പ് മാൻ. മറ്റേ ഇതെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച സമയത്ത് അവന് ഫോൺ വന്ന് കൈ എടുത്തപ്പോൾ ഇത്രയും കയറിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാ, ഇനി കുഴപ്പമില്ല കേട്ടോ, ഇവിടെയും കൂടെ അങ്ങനെ ആക്കിത്തരാം. അങ്ങനെ ഇതൊരു ഫാഷനായി വന്നതാണ് അബദ്ധത്തിൽ. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ജീവിത അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വേറൊന്നുമല്ല, എനിക്ക് ഒരു 1999 കാലഘട്ടത്തിലൊക്കെ ഞാൻ മിമിക്രി ആയിട്ട് ഓരോ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നു. ആ സമയത്ത് പത്തനംതിട്ട സാരംഗ് എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഞാൻ മിമിക്രി കളിക്കാൻ പോകും. അങ്ങനെ ഒരു കോളേജിലാണ് മിമിക്രി. എനിക്ക് അന്നുള്ളത് ഒരു സീസണിൽ 6 മാസത്തേക്ക് 2 ഷർട്ടേ കാണും. അപ്പോൾ ഒരു ഷർട്ട് നമ്മൾ ഇട്ടുകൊണ്ട് പോകും, എന്നിട്ട് അവിടെ ചെന്നിട്ട് വേറൊരു ഷർട്ട് കരുതി വെച്ചേക്കും. അത് ഇട്ടുകൊണ്ടായിരിക്കും പ്രോഗ്രാമിന് കയറുന്നത്. അത്രയും വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാമിന് തന്നെ 200 രൂപ 150 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അങ്ങനെ റെഡിയായി നമ്മളവിടെ ചെന്നു. ഞാൻ വൈറ്റ് ഷർട്ട് എടുത്തിട്ടു, ബ്ലാക്ക് ജീൻസും എല്ലാം ഇട്ട് റെഡിയായപ്പോൾ അന്ന് നമ്മളൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഹീറോ പെൻ എടുത്ത് ഇങ്ങനെ കുത്തി വെക്കും ഇവിടെ. പക്ഷെ ആർക്കോ ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഇടാതെ തന്നെ തിരിച്ചിങ്ങനെ കുത്തി ഇവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അത്രയും മഷി ഇങ്ങനെ പടർന്നു. വൈറ്റ് ഷർട്ടും കൂടെ ഇത്രയും ഒരു പൂവായി. എനിക്ക് അടുത്തങ്ങോട്ട് സ്റ്റേജിലോട്ട് കയറാൻ വേണം. ഞാനിങ്ങനെ ദൈവമേ എന്ത് ചെയ്യും. അങ്ങനെ ആ സമിതിയിലുള്ള പലരും ചോദിച്ചു, ചേട്ടാ ഒരു ഷർട്ട് തരൂ, നാണക്കേടാ, ഇതിൽ വേണം, എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷർട്ട് അങ്ങ് അഴിച്ചിട്ട് മേശപ്പുറത്തോട്ട് വെച്ചിട്ട്
ആ ഹീറോ പെൻ എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് ഇതുപോലെ കുത്തി. അപ്പൊ അവിടെയും പൂ വന്നു. കുത്തി ഷർട്ട് ഫുള്ള് ഞാൻ പൂവാക്കി. എന്നിട്ട് നേരെ അങ്ങോട്ട് കയറി. ആദ്യം ഇതിനേക്കാൾ ഗംഭീര കയ്യടിയായിരുന്നു എന്റെ എൻട്രിക്ക്. ഒരു കാര്യമില്ല, ആ ഉഗ്രനായിട്ടുണ്ടല്ലോ ഇതുപോലത്തെ ഒരു ഷർട്ട്, കളർഫുൾ ഷർട്ട് അവര് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പ്രോഗ്രാം കഴിഞ്ഞു, ഒരുപാട് പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ നല്ല അഭിപ്രായം പറഞ്ഞു. ഉഗ്ര ഷർട്ട് കേട്ടോ, ഇത് എവിടുന്ന? ഞാൻ പറഞ്ഞത് പുതിയാണ്, അമ്മ ഇപ്പൊ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഞാനിത് ഊരിയപ്പോ ഇവിടെ അത്രയും നീല എന്റെ ശരീരം അത്രയും ഇത് കുറച്ചിങ്ങനെ പിടിച്ച്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതായത് സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ അബദ്ധത്തിൽ ഫാഷനിലൊക്കെ പോകാറുണ്ട്. കൈയടിക്കുന്നുണ്ട്. ഒന്ന് മാറിയേക്ക്. Get out. Get out. ഇതെന്താ പരിപാടി ഇത്? Sir, what is that? That is what? ഹലോ, വെരി ഡേഞ്ചറസ്. എന്താ ഇവിടെ പരിപാടി? ഇതൊക്കെ എന്താ? മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഞങ്ങൾ വാന നിരീക്ഷകന്മാരാണ്. കണ്ടപ്പോഴേ തോന്നി വാനരന്മാരുടെ ലുക്ക്. കാലാവസ്ഥാ നിരീക്ഷകരാണ്. കാലാവസ്ഥ നിരീക്ഷകർ. നിങ്ങളെന്താ ഇവിടെ വന്ന്? പറഞ്ഞു കൊടുക്കണ. മനസ്സിലായില്ലേ? ഇല്ല. പുള്ളി മനസ്സിലായില്ലേ? ഇല്ല. പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണവള അടിച്ചു മാറ്റിയ ആളാണ്. അല്ല, സ്വർണ്ണ പതക്കം. അതെന്തിനാ പതുക്കെ വാങ്ങുന്ന? സ്പീഡിൽ വാങ്ങിയാലെന്താ? അതല്ല, സ്വർണ്ണ കമലം കേട്ടിട്ടില്ലേ? കമലം. ആ, ശാസ്ത്രന്മാർക്ക് കൊടുക്കുന്ന അതൊക്കെ മേടിച്ച ആളാണ് വൺ മിസ്റ്റർ സൂര്യമൂർത്തി. മിസ്റ്റർ ചന്ദ്രമൂർത്തി. അത് ശരി. ഈ ചന്ദ്രമൂർത്തി സൂര്യമൂർത്തി അതെനിക്ക് മനസ്സിലായില്ല. അതെന്താ രണ്ടുപേരും? ഞങ്ങൾ ഈ വാന നിരീക്ഷകന്മാരാണല്ലോ. അതായത് സൗരയൂഥത്തിലെ സംഭവങ്ങളാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. സൂര്യൻ വരുമ്പോൾ ചന്ദ്രൻ ഉണ്ടാവില്ല, സൂര്യൻ പോകുമ്പോൾ ചന്ദ്രൻ വരും, ചന്ദ്രൻ വരുമ്പോൾ സൂര്യൻ പോകും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഷിഫ്റ്റ് ആണ്. ഈ ചന്ദ്രൻ സൂര്യൻ ഒരുമിച്ച് വരാൻ എന്താ സൂര്യഗ്രഹണം എങ്ങാനോ? വിളിച്ചു പറയാം, ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. സൂര്യഗ്രഹണം സാറേ, ഞാനൊരു തമാശ പറഞ്ഞതാ. സുരാജ്, ഞങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാര് തമാശ അംഗീകരിക്കാറില്ല. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല. അതൊന്നും അല്ല, ഇയാളെന്തിനാ കിടന്ന് കരയുന്നത്? അറിയുന്നല്ല, പുള്ളി ചിരിക്കുന്നതാണ്. ഈ മീശ വെച്ചുകൊണ്ടത് എക്സ്പ്രഷൻ മനസ്സിലായോ? ചിരിക്കുന്നതാണ്. എന്താ ഇവിടുത്തെ സംഭവം എന്താ? നീ പറഞ്ഞോളൂ. ഇല്ല, പറഞ്ഞോളൂ. എന്താ സംഭവം? അതായത് സുരാജ് പേടിക്കരുത്. പേടിക്കേണ്ട കാര്യമില്ല. സുരാജിന് നല്ല മനധൈര്യമുള്ള ആളാണല്ലോ. പേടിക്കേണ്ട കാര്യമില്ല. അല്ല, വാന നിരീക്ഷകര് ഇവിടെ വരാൻ കാരണം അത് പറയൂ. അതാ ഞാൻ പറയുന്നത്. സുരാജ് നല്ല ധൈര്യത്തിൽ നിൽക്കണം. എന്തും സഹിക്കാനുള്ള ഒരു ശക്തി വേണം. പേടിക്കരുത്. മോളും പേടിക്കണ്ട കേട്ടോ. അതായത് ഇവിടെ തീക്കാറ്റു വീശാൻ സാധ്യതയുണ്ട്. പിന്നെ തീക്കാറ്റെന്ന് പറഞ്ഞ സാറ് വരില്ലല്ലോ. തീക്കാറ്റെന്ന് പറഞ്ഞില്ലേ? നീ പറയണ്ടേ? ഓഫീസിൽ പറയണ്ടേ? ഇതിനാണ് അങ്ങനെ പറഞ്ഞ സാറ് വരുമോ? വേറെന്തോ പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നതല്ലേ? കുറച്ച് ചെറിയൊരു ധൈര്യത്തിന്റെ അസുഖമുണ്ട്. ഒന്നും പേടിക്കണ്ട. അപ്പൊ ഒന്നും പേടിക്കണ്ട. അപ്പൊ ഞങ്ങളത് പരിശോധിക്കാൻ വേണ്ടി വന്നാണ്. ഞങ്ങൾ അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ പഠിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നതിന്റെ കാര്യം എന്താ? എന്തേ ഇതിനകത്ത് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പഠനങ്ങളൊന്നും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുനാമി വന്നപ്പോ തന്നെ അമേരിക്കക്കാരെ വിളിച്ച് പറഞ്ഞിട്ടാ നമ്മൾ അറിഞ്ഞത്. ഇന്ത്യക്കാരെ അറിയുന്നത് തന്നെ. അത് നമ്മൾ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അതായത് നമ്മൾ വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോൾ ആദ്യം നമ്മൾ അടുത്ത വീട്ടിലെ ആൾക്കാരെ വിളിച്ച് പറയാ, ശാന്തേച്ചേ നിങ്ങളുടെ അമ്മാവൻ വരുന്നേ. അതല്ലേ അടുത്ത വീട്ടിലെ ആൾക്കാരാണ്. അപ്പോഴാണ് നമ്മൾ കഥ. ഇല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് അമേരിക്ക എന്ന് പറയുമ്പോ പിന്നെ വരാനുള്ളത് ഇല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കും. പക്ഷെ ഇന്ത്യ, നിങ്ങൾ ഈ വാന നിരീക്ഷണം എന്ന് പറഞ്ഞ് നിങ്ങള് വന്നതിന് ശേഷമല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? അതല്ല വേണ്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറയുന്നതാണ് ശരി. വരുന്നതിന് മുമ്പ് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. ശരിയാണെന്നാണ് നിങ്ങളുടെ വിശ്വാസം? അതെ. എന്നാ പിന്നെ നിങ്ങൾ ഇപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരണം. അല്ല, എനിക്കൊരു അസുഖമില്ലല്ലോ. അതെന്നെയാ പറഞ്ഞത്. നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുള്ളൂ, അല്ലേ? അപ്പൊ അതാണ്, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം
ആവശ്യമുള്ളൂ. അപ്പൊ വന്നതിന് ശേഷമേ നമ്മൾ അതിന്റെ അതിന്റെ പ്രതിവിധി ആവശ്യമുള്ളൂ. പിന്നല്ലാതെ. അമേരിക്കക്കാർ ഫൂളിഷ്നെസ് ആണ് കാണിക്കുന്നത് അല്ലേ സാർ? അല്ല, നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ? ഇത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഫ്ലോർ ആണ്. ഇവിടെ എന്തിനാ വന്നത്? നിങ്ങൾ പുറത്തു പോകും. പുറത്ത് പറ്റോ എന്നിട്ട് വേണം നമ്മൾ തീക്കാറ്റടിച്ചിട്ട് മരിക്കാൻ അല്ലേ? ശരിയാവില്ല, അത് ശരിയാവില്ല. ഇതറിയാ, ഇത് കണ്ട 5 ദിവസം കണ്ണൂർ പോയിട്ട് ഞാൻ കടൽക്കാർക്ക് തീക്കാറ്റുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പോയതാ. ഇത് കണ്ട കരിഞ്ഞിട്ട് ഇങ്ങനെയൊന്നല്ലോ നല്ലതാ. നല്ല നിറമായിരുന്നു എനിക്ക്. ഇതാ ഈ ഇതുപോലെ കുട്ടീനെ ഇതുപോലെ പോലെ ഇതുപോലെ നല്ല നല്ല കളർ ഉണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഇതൊക്കെ ഫാഷൻ അല്ലല്ലേ? അല്ലല്ല, ഇത് കരിഞ്ഞിട്ടായതല്ലേ? കരിഞ്ഞു പോയതാണ്. അത് ശരി. അളവെടുക്കാൻ പോയതാണ്. തീക്കാറ്റിന്റെ അളവ് ഇത്തിരി തെറ്റിപ്പോയി. അപ്പൊ ഇതുപോലെ നല്ല വെളുപ്പായിരുന്നു. നല്ല വെളുപ്പായിരുന്നു. അത് ശരി. പിന്നെ ഞാൻ വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട്? പക്ഷെ കുടുംബം വെളുത്തു, ഞാൻ വെളുത്തില്ല. ശരി. അല്ല, ഇങ്ങനെ വെളുപ്പിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ ഇതുപോലെ ഈ കുട്ടീനെ പോലെ വെളുപ്പിക്കാൻ? ഇതുപോലെ വെളുക്കണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. തൊലി ഉരിച്ചാ മതി. നിങ്ങളെ തൊലി അങ്ങ് ഉരിച്ചു കളയും. അപ്പൊ വെളുപ്പ്. ഇത് ശരിയാവും തോന്നുന്നില്ല. പിന്നെ എന്താ ചെയ്യാൻ? ഒരു കാര്യം ചെയ്യൂ. ഇതെന്താ സംഭവം? ഇത് നമ്മള് പിന്നെ ദൂരെയുള്ള സംഭവം നമുക്ക് ഇവനെ അടുത്ത് കാണാൻ പറ്റും. ആണോ? നമ്മള് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് അത് തന്നെ ചെയ്യുന്നത്. എന്തേ? നമ്മൾ ഈ അടുത്തുള്ള സംഭവം ഷൂട്ട് ചെയ്തിട്ട് ദൂരമുള്ളവർക്കൊക്കെ കാണിച്ചു. അതെ. അപ്പൊ ഈ ദൂരദർശി കൂടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം. ഇതില് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാം. എല്ലാം നമുക്ക് കാണാം. ഇതുവഴി നോക്കി അമേരിക്ക കാണാൻ പറ്റും. അമേരിക്ക കാണാൻ പറ്റില്ല, പക്ഷെ അമേരിക്കയുടെ ആകാശം നമുക്ക് കാണാം. അതെ അതെ. അമേരിക്കയുടെ ആകാശം കാണാൻ. എന്താ അമേരിക്ക കാണാൻ പറ്റാത്തത്? അത് ഇന്ന് കാണാൻ പറ്റില്ല. ഇന്ന് ആകാശം കാണാൻ ഇന്ന് നമ്മുടെ ആകാശമാണ്. നാളെ അമേരിക്ക ഭൂമി തിരിഞ്ഞു വരുമ്പോ അമേരിക്ക വരും. അപ്പൊ അമേരിക്കയുടെ ആകാശം. അപ്പൊ നാളെ നോക്കിയാൽ മതി. ഓക്കെ. അല്ല, നിങ്ങൾ പുറത്തോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് പ്രോഗ്രാം നടത്തായിരുന്നു. അല്ല, നമ്മളല്ല പോവാ, നമ്മൾ ഇവിടെ നിന്നാണ് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുറത്ത് ഇറങ്ങിയാൽ ശരിയാവില്ല. നമ്മൾ ഇവിടെ തന്നെ ചെക്ക്. എന്ത് ഇവിടെ നിന്ന് പ്രശ്നമുണ്ട് എന്തെങ്കിലും? അല്ല, പ്രശ്നമുണ്ട്. പ്രോഗ്രാം ഉണ്ടേ. നമുക്കറിയാം, നമ്മളും കലാകാരന്മാരൊക്കെയാണ്. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ വല്ല സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കലാകാരനാണ്. ആ ശാസ്ത്രജ്ഞന്മാരായത് നമ്മുടെ തെറ്റാണോ? അല്ല, അത് തെറ്റല്ല. ഇപ്പൊ നന്നായി പാട്ടൊക്കെ പാടും. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടൊന്ന് ഒരു പാട്ട് കേട്ടാ കൊള്ളാം. ഒരു പാട്ട് ഇവരോട് ചോദിച്ചിട്ട് മതി. അല്ല, ഒരു കുഴപ്പമില്ല, അവർക്ക് ശാസ്ത്രജ്ഞനാണ്. ഒരു പാട്ട് പാടി. സർ, ഇത് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് മാറ്റിയേക്കട്ടെ. ആ, ഒരു പാട്ട് പാടും സർ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. ഏയ്, എന്നിട്ട് താനാണല്ലോ ഇപ്പൊ അന്യനെ പോലെ നിൽക്കുന്നത്. ഇന്നങ്ങോട്ട് എണീറ്റ കൊള്ള. കറക്റ്റ് അന്യന്റെ ലുക്കും ഉണ്ട്. അപ്പൊ സുരാജ് ഒന്ന് പുറത്തേക്ക് മാറിക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കട്ടെ. എന്തായാലും എനിക്ക് കുറച്ച് സമയം ബ്രേക്ക് വേണം. അപ്പൊ ഇത് പഠിച്ചിട്ട് പെട്ടെന്ന് മാറി തരണം. ഫ്ലോർ ഒന്ന് ക്ലിയർ ആക്കാം. ശരി, താങ്ക് യു. ശരി. ആ സൈഡിൽ നോക്കടാ, ആ സൈഡിൽ നോക്ക്, തീക്കാറ്റ് വരുന്നുണ്ടോ നോക്ക്. ഇല്ല, തീക്കാറ്റ് കാണാനില്ല സാറേ. നീ ഇങ്ങോട്ട് നോക്കിയേ. കാണാനില്ല. തീക്കാറ്റ് കാണാനില്ല. സൈഡ് പിടിച്ച് നോക്കും. മുകളിലേക്ക് നോക്കണോ? കാണാനില്ലല്ലോ. നക്ഷത്രം മാത്രമേ കാണാനുള്ളൂ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്. ഏ അവിടെ നോക്കി. സാറേ, നക്ഷത്രം മാത്രമേ കാണാനുള്ളൂ സാറേ. നീ നക്ഷത്രം എണ്ണിട്ട് എന്നും കഴിഞ്ഞു. നക്ഷത്രം മൊത്തം ഞാൻ എണ്ണി കഴിഞ്ഞു. എല്ലാം എണ്ണി കഴിഞ്ഞു. എത്ര നക്ഷത്രം ഉണ്ട്? 3,35,321 നക്ഷത്രം. ഉറപ്പാണ്. ഉറപ്പ്. സാറിന് സംശയം നോക്കിക്കോ, എണ്ണി നോക്കിക്കോ. ഞാൻ എണ്ണി നോക്കാം. ആ അതെത്ര? ഹലോ, ആ ഹലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രല്ലേ? അതെ. ആ, ഞാൻ കാക്കനാടുന്ന വിളിക്കണേ. ആ എന്താണ് സാറേ, ഇന്നിവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? കാക്കനാടോ? ആ, സാറേ, കാക്കനാട് മഴ പെയ്യും ഒന്ന്? കാക്കനാട് മഴ പെയ്യാൻ സാധ്യതയില്ല. ഇല്ല, കാക്കനാട് മഴ പെയ്യില്ല. അല്ല, ഇവിടെ നല്ല ഇടിവെട്ടും കാറ്റൊക്കെ ഉണ്ടേ. സാറേ, ഇടിവെട്ടും കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ മഴ പെയ്യോ? എന്നാ മഴ പെയ്യും. എന്നാ മഴ പെയ്യും. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ ഓക്കെ. ആ വെക്ക്. എന്താ? ഹലോ, എടി നീ ഇത് എവിടെ പോയി കിടക്കണത്? എടി ടി വി കണ്ടിരിക്കല്ലേ? വാർപ്പിന്റെ മുകളിൽ നമ്മുടെ തുണിയൊക്കെ എടുത്ത് അവിടെ മഴ പെയ്യുന്നു. തുണി മൊത്തം കണ്ട് എടുക്ക്. ഇവിടെ കൊണ്ട് ഒരാൾ വിളിച്ച് പറഞ്ഞാണ് ഇപ്പൊ. കാക്കനാട് സമാധാനം അല്ലെ? എന്റെ മൊത്തം തുണി നനഞ്ഞു പോയനെപ്പോ. ആ ഇത് മറ്റേ കാനക്കീറിന് അണ്ണാച്ചി. ഇത് തുഴയുന്നില്ലേ? തോണിയിൽ ഇങ്ങനെ തുഴയുന്നാണോ? അല്ല, ആ ചട്ടിയെടുത്ത് വാർക്കപ്പണി. അല്ലല്ല, ഇത് നാടോടി നൃത്തല്ലേ? അതെ. എന്താണ് സംഭവം? എന്താ ഈ രൂപവും ആക്ഷനും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ല ഇല്ല ഇല്ല, മനസ്സിലായില്ല. ഞാൻ ഒരു പാവം കർഷകനാണ്. കർഷകൻ
കർഷകനാണോ? പേര് രാമു. ഓ, നമ്മൾ ടി വിയിൽ കാണുന്ന കർഷകന്റെ രൂപം പേരൊക്കെ കറക്റ്റ് ആണല്ലോ. ഓഹോ, രാഘവോ കിസാൻ കോൾ സെന്റർ അതാണോ? ഓ, എന്താ കർഷകൻ ഈ വഴിക്ക് വന്നത്? ഞാൻ ഓഫീസിൽ പോയിരുന്നു. അപ്പൊ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഫ്ലവേഴ്സ് ടിവിയിലേക്ക് പോയിരിക്കുകയാണെന്ന്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ഞാനിവിടെ ഒരു പിന്നെ തീക്കാറ്റ് നോക്കാൻ വേണ്ടിട്ട് വന്നതാ. തീക്കാറ്റാ? പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ. അല്ല, ഈ തീക്കാറ്റ് എങ്ങനെ വരിക? ഏതാ തീക്കാറ്റ് എങ്ങനെ വരിക? തീക്കാറ്റ് വരുന്നത് ആദ്യം ഒരു കത്തയക്കും, എന്നിട്ട് പിന്നെ ഫോൺ ചെയ്തിട്ട് പറയും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരെന്താണ് പറയുന്നത്? അല്ല ഞാൻ ചോദിക്കുന്നത് വരുന്നല്ല. ഈ തീക്കാറ്റ് അടിക്കുന്നത് കടൽത്തീരത്തല്ലേ? പിന്നെ നിങ്ങൾ ഈ മലയോരത്ത് വന്നിരിക്കുന്നത്? നമ്മുടെ പണി പോക്കും. ഇവനെ എന്താ വേണ്ട ഇവനെ? ഇവനെ കൊന്നളഞ്ഞാൽ ഇവനെ. എന്ത് വക ചോദ്യമാണ് നീ ചോദിക്കുന്നത്? ഇതുപോലത്തെ ബുദ്ധിയുള്ള ചോദ്യങ്ങളൊക്കെ സാറിന് അത്ര ബുദ്ധിയില്ലെന്ന് നിനക്കറിയില്ലേ? അല്ല അതല്ല, നിങ്ങളെ വാക്കിൽ അടിപൊളിയാണ്. നിങ്ങൾ ഈ മഴയൊക്കെ പ്രവചിക്കുന്നതൊക്കെ ഭയങ്കര അടിപൊളിയാ. ഓരോ ജില്ലയിലും മഴ പെയ്യുന്നത് എന്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രവചിക്കുന്നത്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് പ്രവചിക്കാൻ അത് പറ്റുന്നത്? നമുക്ക് എന്ന് പറഞ്ഞാല് ഓരോ ഐഡിയ ഉണ്ട്. നമുക്ക് പല പല ഐഡിയ പല പല ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞാല് നമ്മൾ 14 ജില്ലകളിലും പോയിട്ട് ഓരോ തവളേനെ പിടിക്കും. 14 ജില്ലകളിൽ? ഓരോ കുപ്പിയിലിട്ട് വെക്കും. എന്നിട്ട് ഈ തവള കരയുമ്പോ ഏത് ജില്ലയിലാന്ന് നമ്മൾ പറയും. അതാണ്. അല്ല അത് ശരി, അത് മനസ്സിലായി. അപ്പൊ ഈ തവള കരഞ്ഞില്ലെങ്കിൽ അന്ന് മഴയില്ല. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് സത്യം? എങ്ങനെ ഇത് എങ്ങനെ തവള സത്യസന്ധമായിട്ട്? കരഞ്ഞ് സത്യാണെന്ന് മഴ പെയ്യുന്ന മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ തവളേനെ മാത്രമല്ല വളർത്തുന്നത്, ഞങ്ങളൊരു പല്ലീനെ കൂടി വളർത്തുന്നുണ്ട്. പല്ലീനോ? അതായത് ഈ തവള കരയുമ്പോ സത്യാണെങ്കിൽ പല്ലി ചലയ്ക്കും. കാരണന്മാര് പറഞ്ഞിട്ടില്ലേ പല്ലി ചലിച്ച സത്യാണെന്ന്. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് സംഭവം. ഈ പല്ലി ചലച്ചില്ലെങ്കിൽ? പല്ല് ചലച്ചിട്ടില്ലെങ്കിൽ മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട്. പിന്നെ ഈ നമ്മളെ നാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല? എന്താ അവസ്ഥ? എന്തെല്ലാം തരം മഴകളായി കേരളത്തിൽ പെയ്യുന്നു. പച്ചമഴ, മഞ്ഞമഴ, ഒലക്കമഴ. ഒലക്കമഴയല്ല, ഉൽക്കമഴ. ഈ ഉൽക്കമഴ ഇതൊക്കെ ഈ കേരളത്തിൽ പെയ്യാൻ എന്താ കാരണം? ഈ കേരളത്തിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കേരളത്തിലാണ് എല്ലാ സംഭവങ്ങളും. ഇപ്പൊ സിനിമാക്കാർ പോലും എല്ലാ പരീക്ഷണം നമ്മുടെ കേരളത്തിലാണ്. വിജയുടെ സിനിമ, നാഗാർജുന്റെ സിനിമ, സൽമാൻ ഖാന്റെ സിനിമ, ജുറാസിക് പാർക്ക്, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പരീക്ഷിക്കുന്നത്. അതുപോലെ ദൈവം ഓരോ മഴ നമ്മുടെ കേരളത്തിൽ പരീക്ഷിക്കുക. നമ്മളെല്ലാം 2 കൈ നീട്ടി സ്വീകരിക്കുമല്ലോ. ഇവിടെ പരീക്ഷയുടെ അപ്പുറത്തേക്ക് കൊടുക്കുള്ളൂ. അതാണ്. ഇതെന്താ സാധനം? ഇത് ഞങ്ങളുടെ ടെലസ്കോപ്പാണ്. ഇതിലൂടെ നോക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. എല്ലാം മനസ്സിലായില്ലേ? മോനെ നോക്കണോ ഇയാൾക്ക്? നോക്കാൻ പറ്റുമോ? വാ നോക്ക്, ഇതൊക്കെ വന്നതല്ലേ, നോക്കിക്കോ. ഒന്നും താന്നിട്ട് നോക്കിയാ മതി. തീക്കാറ്റ് വരുന്നെങ്കിൽ പറയണേ. ഇങ്ങനെ വന്നിട്ട് ഇതാ. ഇതെന്താ ഒരു അന്യഗ്രഹ ജീവി? ഞങ്ങളുടെ സാറാണ്. എന്റെ മുഖത്തൊന്ന് മാറ്റി വെക്കാൻ പറയൂ. സോറി സാർ. കണ്ടോ? അല്ല ഇത് ഈ മുകളിൽ നോക്കാൻ പറ്റുമോ? മുകളിലേക്കാ എല്ലാം മൊത്തം ഇങ്ങനെ നോക്കാലോ. അതെയാ? അന്നൊന്ന് മുകളിൽ നോക്കിക്കോട്ടെ. നോക്കിയാൽ നക്ഷത്രങ്ങളൊക്കെ കാണാം. നക്ഷത്രം കാണാം. ഒന്ന് നോക്കിക്കോട്ടെ. ആ അല്ല അശ്വതിനെ കാണാൻ പറ്റുമോ? അശ്വതിനെ കാണാൻ ഗ്രീൻ റൂമിലേക്ക് പോവാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അശ്വതിനെ കാണുക. അശ്വതി അല്ല, അശ്വതി നക്ഷത്രം. അത് കാണാൻ പറ്റുമോ? അശ്വതി നക്ഷത്രോ? അപ്പൊ നക്ഷത്രത്തിന് പേരൊക്കെ ഉണ്ടോ? അശ്വതി, കാർത്തിക, രോഹിണി, മകീരം, ഇതൊക്കെ നക്ഷത്രങ്ങളല്ലേ? ആകാശ നക്ഷത്രങ്ങള്. അപ്പൊ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നിട്ട് എന്റെ അനിയന്റെ കല്യാണം മുടക്കിയത്? എന്റെ അനിയന്റെ നക്ഷത്രവും ഭാര്യയുടെ നക്ഷത്രവും തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം മുടങ്ങിപ്പോയി. നക്ഷത്രങ്ങൾ എനിക്ക് കണ്ണുവെച്ചിട്ടുണ്ടൂടാ. നീ ഇപ്പൊ എന്തിനാ വന്നത്? ഞാൻ വന്നത് വെച്ചാല് ഇന്ന് മഴ പെയ്യും. ഇന്ന് വൈകിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? ഇന്ന് വൈകിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാല് അല്ല കരട്ട് പെയ്യോ ഇന്ന് വൈകിട്ട്? നോക്കേ നമ്മളെ ഇത് നോക്കേ. അല്ല വൈകിട്ട് പെയ്യോ? ഞാൻ പറയാം, നോക്കട്ടെ. മിഷീനിൽ നോക്കണം. മിഷീനിൽ നോക്കി കഴിഞ്ഞാലേ പറയാൻ പറ്റും. അതല്ലേ സാറേ, ഹെഡ് മഴ പെയ്യും. നല്ല പെയ്തായിരിക്കും. ഇടിവെട്ടി മഴ പെയ്യോ? മഴ പെയ്യും. ഉറപ്പായിട്ട് പെയ്യോ? ഉറപ്പാണ് മഴ പെയ്യും. മഴ പെയ്യുന്ന പറഞ്ഞാൽ നല്ല ഇടിവെട്ടി മഴ പെയ്യും. അതല്ലേ? എന്നാ പിന്നെ ഓക്കേട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇടിവെട്ടി പെയ്യല്ലോ അല്ലേ? എടാ ഒരു കാര്യം ചോദിക്കട്ടെ. നീ ദൂരദർശനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇത് നീ ചെക്ക് ചെയ്തിട്ടാണോ മേടിച്ചത്? ഞാൻ ഫുൾ ചെക്ക് ചെയ്തു. അതിന്റെ പവറൊക്കെ ചെക്ക് ചെയ്തോ? ഫുൾ അടിപൊളി പവറാണ്. നല്ല പവറാ. ലാബിൽ നിന്നാണോ ചെക്ക് ചെയ്തത്? ലാബിൽ നിന്നല്ല. പിന്നെ എന്റെ സാറേ, എന്റെ വീട് മറ്റേ ഭാരതപ്പുഴയുടെ തീരത്താണല്ലോ. അപ്പൊ ഞാൻ പുഴയുടെ തീരത്തിന്റെ ഇപ്പുറത്ത് ഇരുന്നിട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ അവിടെ ഒരു പെണ്ണിങ്ങനെ പൊട്ടുപോലെ നിന്നിങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോ പെണ്ണിങ്ങനെ നീന്തി 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 വന്നിട്ട് എന്റെ കരണത്തിൽ ഒറ്റ അടി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നല്ല പവറുള്ള മെഷീനാണ്. അതല്ലേ? ഹലോ.
സാറേ വാണി വാണി അതിന് ഓള് നിന്നെ വിളിച്ചത് പച്ചക്കറി മേടിക്കാനായിരിക്കും, ഞാൻ പോകുമ്പോ മേടിക്കാന്ന് പറയും. അതല്ല ആകാശവാണി. ആകാശവാണി. താപനില. അത് ഒരു മിനിറ്റ് താപനില പറയാം ആവുന്നില്ല. ഇതെല്ലാം നമുക്ക് കൊടുക്കുണ്ടാക്കുന്ന സംഭവം തന്നെയല്ല. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഇപ്പൊ പറയാം. ഇപ്പൊ പറയാം. ഉയർന്ന താപനില ഇപ്പൊ പറയാം. ഒന്ന് പറഞ്ഞു വായ തുറക്കണേ. ഇവിടെ 80 ഡിഗ്രി സെൽഷ്യസ്. അയ്യോ, അപ്പൊ ഡോക്ടറെ കാണിക്കണല്ലോ. എനിക്ക് പനിയുണ്ട്, അത് പറഞ്ഞു വിളിച്ചു പറഞ്ഞു. അതെ, ഉയർന്ന താപനില 80 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസ് അല്ല സെൽഷ്യസ്. മനസ്സിലായി. ശരി. കുറഞ്ഞ താപനില. എന്റെ തന്നെ എടുക്കാം അല്ലേ? 60 ഡിഗ്രി സെൽഷ്യസ്. സാറിന് പനിയില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ 60 അല്ലേ? കുറഞ്ഞ താപനില 60 ഡിഗ്രി സെൽഷ്യസ്. 60 ഡിഗ്രി. ബാക്കി ഞാൻ പറഞ്ഞോളൂ. 60 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. നിങ്ങളിത് താപനില പറഞ്ഞില്ലേ, ഇനി എന്താ? മഴ പെയ്യുമെന്നോ? എവിടൊക്കെ മഴ പെയ്യും? അവർക്ക് ഇനി എവിടൊക്കെ മഴ പെയ്യുന്നും കൂടി അറിയണം. മഴ പെയ്ഞ്ഞ എന്തൊരു കഷ്ടം നോക്കി. ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. ഒരു കാര്യം ചെയ്യും. ഇതെന്താ? ഇത് പിടി. തിരിച്ചിട്ടേക്ക്. ഇതെന്താ മാപ്പ? അത് നോക്കട്ടെ. ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യൂട്ടോ. സാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മെഷീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നോക്കണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ആയിക്കോട്ടെ. ചെക്ക് ചെയ്യുന്ന പറഞ്ഞു. മറ്റേ സെൽഷ്യസ് കറക്റ്റ് അല്ലേ? ഓക്കെ. എവിടെയല്ലേ വെള്ളം ഒറ്റിയെന്ന് നോക്കിയേ. സാറ് നോക്ക്, എനിക്ക് കാണാനില്ല. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്. അതെങ്ങനെ മനസ്സിലായി? നല്ലോണം വെള്ളം ഒറ്റിയ സ്ഥലങ്ങളാണ്. വെള്ളം കൂടുതലല്ല. മലപ്പുറം, കണ്ണൂര്, കോഴിക്കോട് ശക്തിയായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ചെറുങ്ങനെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ഒറ്റ തുള്ളിയുള്ളൂ. പാലക്കാട് വളരെ ചെറിയ തോതിലാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളത് സാറേ. ഇവിടെ അടിയിൽ നനവ് കാണാണ്ടല്ലോ. ഇവിടെ അല്ലേ? കൊല്ലം ഭാഗികമായി മേഘാവൃതമായിരിക്കും. എന്താ പറയുന്നത്? മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യത. അവിടെ മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട്. ഓക്കെ, സാറിത് പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. സാറ് എല്ലാം ഓക്കെ. അപ്പൊ നാളെ വിളിക്കാൻ പറയും. നാളെ. ഓക്കെ, നാളെ. ഓക്കെ സാർ. ഓ, എന്തൊരു കഷ്ടം നോക്കി. ആകാശവാണിക്കാരെ കൊണ്ട് തോറ്റുപോയി. ഇത് നമുക്ക് ഈ തീക്കാറ്റ് ചെക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നില്ല. ഓരോരുത്തർ വരികയാണല്ലോ. ഞാൻ LC. എന്താ സാറ് മമ്മൂട്ടിയുടെ പോലത്തെ രൂപം, നിറക്കൂട്ടിൽ മമ്മൂട്ടിയെ പോലെ ഉണ്ട്. പേര് കേട്ടോ, LC. എടോ, LC എന്ന് പറഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി. ഞാൻ ലോക്കൽ കമ്മിറ്റി. എന്റെ പേര് ക്ലീറ്റസ്. അപ്പൊ CLC. അതെ. ക്ലീറ്റസ്. അത് കറക്റ്റ്. അപ്പൊ എന്താ കാര്യം? ഞാൻ വന്ന കാര്യം നാളെ ഉച്ചയ്ക്ക് മഴ പെയ്യോ എന്നറിയാൻ വന്നതാ. ഈ മഴേനെ കൊണ്ട് തോറ്റല്ല ആരും. നാളെ പെയ്യില്ലല്ലോ. നാളെ പെയ്യാൻ സാധ്യതയില്ല. അല്ല, ഞങ്ങളുടെ പാർട്ടി ഒരു പന്തംകൊളുത്തി പ്രകടനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നാളെ ഉച്ചയ്ക്കാണ്. മഴ പെയ്ത് പിന്നെ പന്തൊന്നും കെട്ടുപോണ്ടല്ലോ. അതിന് വേണ്ടിട്ടാ. അതെ. പിന്നെ ഇതെന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നത് സംഭവം? സാധാരണ രീതിയിൽ ഞങ്ങള് രാത്രികാലങ്ങളിലാണ് പന്തംകൊളുത്തി പ്രകടനമൊക്കെ നടത്തിയിരുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു സമൂലമായ മാറ്റം വേണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്കാക്കിയത്. എന്തിനാണ് ഈ പന്തംകൊളുത്തിപ്പട നടത്തുന്നത്? ഇപ്പൊ എന്തിനാണ്? അത് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് രാജിവെക്കുക. ഇവിടെ ബുഷ് അല്ല, ഇപ്പൊ ഒബാമയാണ് പ്രസിഡന്റ്. ഒബാമയാ? അന്നാ ഒബാമ രാജിവെക്കുക. അത് ശരി. ബുഷ് ഏതോ ഒബാമയാണെന്ന് അറിയാണ്ടാണ് സമരം നടത്തുന്നത് അല്ലേ? അല്ല, അതല്ല, ഞങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സമരം ചെയ്യാൻ പറഞ്ഞാൽ സമരം ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അത് ശരി. ഇത് വന്നേ മാറി. ഇത് ശരിയാവില്ല. നോക്കട്ടെ, തീക്കാറ്റിന്റെ ഒരു കാര്യം നോക്കട്ടെ. നിങ്ങൾ എന്ത് ശാസ്ത്രജ്ഞന്മാരെന്നാ പറയണേ? നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ സൂര്യഗ്രഹണം എക്സ്റേ വെച്ച് നോക്കിയാൽ കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞോ? ഇല്ല, അത് ഉറപ്പല്ലേ? പിന്നെ എക്സ്റേ ഞങ്ങൾ എല്ലാവരും നോക്കിയത് എക്സ്റേ വെച്ചിട്ടാണ് നോക്കിയത്. ഒരു കുഴപ്പമില്ല, നല്ല ക്ലിയർ ആയിട്ട് സൂര്യഗ്രഹണം കാണാലോ. എടോ, നിങ്ങളുടെ വാർത്തയും ഇതൊക്കെ കേട്ടിട്ട് റേഡിയോയിലൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ നോക്കിയിട്ടേ 3 ആഴ്ച ഞാൻ ആശുപത്രി കിടക്കായിരുന്നു കണ്ണുവേദനയായിട്ട്. എക്സ്റേ വെച്ച് താൻ എങ്ങനെ നോക്കിയാ? എക്സ്റേ കൊടുത്തുണ്ടോ? പിന്നെ ഞാൻ കൊണ്ടുവന്നു. നിങ്ങളെ കാണാൻ പറ്റുമ്പോൾ അത് പറയണല്ലോ. അതും കൂടി പറയാൻ വേണ്ടി ഞാൻ കൊണ്ടുണ്ട്. ഈ എക്സ്റേ വെച്ചാ നോക്കിയേ. ഈ എക്സ്റേ വെച്ച് ഇത് കറക്റ്റ് എക്സ്റേ ആണല്ലോ. ശരി. അല്ല, ഇങ്ങനെ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. എടാ, ഇങ്ങനെ നോക്കിയാൽ നിന്റെ കണ്ണ് 2 കണ്ണ് അടിച്ചു പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എക്സ്റേ ഇങ്ങനെ നോക്കണം, അല്ലാതെ പൊത്ത് ഇട്ടിട്ടല്ല നോക്കേണ്ടത്. ഹോൾ ഇടാൻ പാടില്ല. അല്ല, നാളെ മഴ പെയ്യോ പെയ്യില്ലേ? നാളെ മഴ പെയ്യില്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? അല്ല, പെയ്യുന്നുണ്ടെങ്കിലേ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, എനിക്ക് ഇത്തിരി കൃഷിയൊക്കെ ഉണ്ട്. കുറച്ച് വിത്ത് ഇരിക്കുന്നുണ്ട്. അതങ്ങടെ ഇറക്കാൻ വേണ്ടിട്ടാ. വിത്തിറക്കാൻ വേണ്ടിട്ടാണ്? അതെ. അതെ. പിന്നെ കുടുംബമൊക്കെ എങ്ങനെയാ? കുടുംബം, ഭാര്യയും 10 മക്കളും. വിത്തിറക്കണോ അല്ലേ? ഇതിനാ ഇത് ഇട്ട് പോയിക്കൂടെ?
നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞോടൊന്നും എനിക്ക് അത്ര വിശ്വാസമില്ല. ശരിക്കും പറഞ്ഞ മഴ പെയ്യോ പെയ്യാതിരിക്കോ എന്നറിയണമെങ്കിൽ നേതാവ് ഋഷി സിംഗിനോട് ചോദിച്ചാൽ അറിയാം. പണ്ട് ഋഷി സിംഗ് പാർട്ടി പ്രവർത്തകരായിരുന്നു, പിന്നെയല്ലേ ഈ ദൈവിക ലൈനിലേക്കൊക്കെ തിരിഞ്ഞത്. അപ്പൊ കാണാം. ഓക്കെ കാണാം. അന്ധവിശ്വാസ ഈ അന്ധവിശ്വാസം കൊണ്ടൊക്കെ നടന്നാൽ നടക്കുമോ? എൽസിന്ന് പേരും എന്നിട്ട് അന്ധവിശ്വാസം. അല്ല സാറേ, തീക്കാറ്റിന്റെ കാര്യം സാറേ, തീക്കാറ്റിന്റെ യാതൊരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല. ഓ അല്ല സാറേ, നിങ്ങൾ ഫാമിലി എല്ലാരും കൂടി ചന്ദ്രനിലേക്ക് പോയെന്ന് കേട്ടല്ലോ, ശരിയാണോ? എപ്പോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം ചന്ദ്രനിൽ പോയെന്ന് പറഞ്ഞല്ലോ. അതല്ല, അത് നമ്മള് ഫാമിലി ആയിട്ട് ചന്ദ്രൻ എവിടെയാന്നുള്ള സിനിമ കാണാൻ പോയതാ. ആൾക്കാരെല്ലാം കൂടി പോയി ചന്ദ്രനിലേക്ക് ചന്ദ്രനിലേക്ക് വെറുതെ അല്ല, മംഗളിയാൻ പോകുമ്പോ സാറിനെ കാണാതിരുന്നു. ഏതളിയെ? അളിയനല്ല, മംഗളിയാനെ വിട്ടില്ല ചന്ദ്രനിലേക്ക്. അന്ന് സാറ് എവിടെയായിരുന്നു? ഞാൻ എന്റെ അളിയന്റെ കല്യാണത്തിന് പോയിരുന്നു. പിന്നെ അല്ലാണ്ട് മംഗളിയാന് ഞാനൊന്നും പോയിട്ടില്ല. മംഗളിയാൻ അങ്ങോട്ടേക്ക് പോയി, ഞാൻ എന്റെ അളിയന്റെ വീട്ടിലേക്ക് പോയി, അങ്ങനെ പോയത്. അന്ന് ഏതായാലും കുഴപ്പമില്ല. അതിന്റെ മറ്റേ പരിഭവം തീർക്കാനുള്ള ഒരു സംഭവം വരുന്നുണ്ട്. എല്ലാരും ചൊവ്വയിലേക്ക് പോകുന്നുണ്ട് തിങ്കളാഴ്ച. ഏത് ചൊവ്വയിലേക്ക് പോകും എല്ലാരും? ഞാനൊക്കെ പോകുന്നുണ്ട്. സാറ് വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് വരാൻ പറ്റില്ലല്ലോ. എന്ത്? എനിക്ക് ചൊവ്വാദോഷം ഇല്ലല്ലോ. കേട്ടോ, ഇത് വരണ്ട, ആകെ പ്രശ്നമാവും. ഈ കാറ്റ് വന്നില്ലേ നമ്മൾ ഇവിടെ നിൽക്കണത് വെറുതെ കേട്ടോ. വേറെ എവിടേക്കെങ്കിലും പോയാലോ, ഇവിടെ ഒരു കാറ്റും വരുന്നില്ല. അന്നാ ഒരു ടീം ഓടി വരുന്നുണ്ടല്ലോ. എടോ, താനല്ലേ രാവിലെ മഴ പെയ്യുന്ന വെച്ചാൽ വന്ന കർഷകനല്ലേ താൻ? കർഷകരൊന്നല്ല, ഇവൻ കർഷകരൊന്നല്ല, അവൻ കള്ളസ്വാമിയാ. കള്ളസ്വാമിയോ? എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്നോ? ഇവൻ യാഗം നടത്തി മഴ പെയ്യിപ്പിക്കാന്ന് പറഞ്ഞേ ഞാൻ നാട്ടുകാരന് എത്ര കാശ് പിരിച്ചവന് കൊടുത്തതെന്നറിയോ? എന്നിട്ട് ഒരു തുള്ളി മഴ പെയ്യണ്ടേ? അതിന് എന്നെ പണ്ട് യാതൊരു കാര്യമില്ല. ഇവരെ പറയണം, ഇവരാണെന്ന് പറഞ്ഞത് ഇന്ന് വൈകിട്ട് നല്ല മഴ പെയ്യും, അതുകൊണ്ടാണ് ഞാൻ യാഗം നടത്തിയത്. അത് ശരി, അപ്പൊ നീ കാലാവസ്ഥ നോക്കിയിട്ട് യാഗം നടത്തണല്ലേ മഴ പെയ്യാനുള്ളത്? നിന്നെ ശരി, അവനെയോ കള്ളസ്വാമി. സാറേ, ഇനി എങ്ങനെ നമ്മൾ കാലാവസ്ഥ നിരീക്ഷിക്കും സാറേ? എനിക്ക് കാലാവസ്ഥ നോക്കണ്ട, നമ്മളെ കാലിന്റെ അവസ്ഥയും നോക്കിയിട്ട് വീട്ടിലിരിക്കാം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രഞ്ജിനിക്ക് ശരിക്കും അഹങ്കാരം ഇല്ലേ? ഉണ്ട്. ചേട്ടൻ എന്നെ എത്ര വർഷമായിട്ട് അറിയാം? 10 വർഷമായിട്ട് അറിയാം. എനിക്ക് അഹങ്കാരം ഉണ്ടോ? ഏയ്, ആങ്കർ ആവാൻ വേണ്ടിയിട്ടുള്ള 5 ടിപ്സ്. നമ്മൾ പറഞ്ഞത് ആർക്കും മനസ്സിലാവരുത്. രഞ്ജിനി ശരിക്കും പഴയതിനേക്കാൾ വളരെ വളരെ സുന്ദരിയായി. അല്ല, എന്താ അല്ല, നിന്നെ പോലെ തന്നെ ആങ്കർ പണി ഞാനും പഠിച്ച് സൂചിപ്പിക്കാൻ. ഒരു ഷോ നടക്കുന്ന രഞ്ജിനി വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ കംപ്ലീറ്റ് അറിയണം. അപ്പൊ ഒന്ന് പ്രാക്ടീസ് നോക്കണ്ടേ? മാന്യമായിട്ട് രീതിയിലൊന്നും പറയരുത്. ഹലോ, ഡിവോഴ്സ് ഉറപ്പാണ്. സ്വന്തമായിട്ട് എങ്ങനെ എന്തെങ്കിലും കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? നാം ഒരിക്കലും വിവാദങ്ങളെ തപ്പിപ്പോരുത്, വിവാദങ്ങൾ നമ്മെ തേടി വരുന്നതായിരിക്കും. ശരിക്കും രഞ്ജിനിയെ കെട്ടിപ്പിടിക്കാൻ ഏത് റൗണ്ട് വരെ എത്തണം? സത്യം, ഞാൻ വീട്ടിലോട്ടൊന്നും പോകണില്ല. തെങ്ങടരും മുരടരും തെങ്ങടരും മുടര തെങ്ങടയല്ല, മറ്റേ ഇത് പാലട. എന്താ പേര്? പേര് പറയടാ. എന്റെ പേര് ജോൺ. ഇദ്ദേഹത്തിന്റെ ശരിക്കും ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. കോലഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഇതില് കലാകാരികളോ കലാകാരന്മാരൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും വേദിയിലിട്ട് വരൂ. ഇപ്പൊ ഞാൻ കലാകാരനും കലാകാരിയൊക്കെ ആക്കിത്തരാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? അഞ്ജലി. അഞ്ജലി. ഏത് ക്ലാസ് പഠിക്കുന്നു? ഞാൻ ബികോം തേർഡ് ഇയർ. ബികോം ആയോ? എന്നാ മുമ്പോട്ട് കയറിയിരിക്കും. അശ്വതി ചേച്ചി എന്തോ നിങ്ങൾക്കൊരു ഗെയിം റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പൊ അങ്ങോട്ട് പറയിപ്പിക്കാന്ന് പറഞ്ഞോളൂ. സ്പീഡിൽ പറയണം കേട്ടോ, തെറ്റാതെ 5 തവണ. തെങ്ങടരും മുരടടരൂല. തെങ്ങടരും മുരടടരൂല. പറയ്. തെങ്ങടരും മുരടടരൂല.
തെങ്ങടരും മുരടരടൂല. ഉടരാട്. തെങ്ങടരും മുരടരടൂല. അരടൂല അല്ല, അരടൂല. അടരൂല. അടരൂല, അടർന്നു പോവില്ല. തെങ്ങടരും മുരടര തെങ്ങാടാരും മുടാടാരും. തെങ്ങാടാരും. ആ, സ്പീഡിൽ പറ. തെങ്ങാടാരും മുടാടാരും ഇവിടെ. ചേട്ടൻ തെറ്റിക്കാതെ. തെങ്ങടരും മുരടരൂല. ആ. തെങ്ങടരും മുരടരടൂല. ഒരു പ്രാവശ്യമെങ്കിലും ശരിയാക്കി പറയും. അരടൂല എന്നല്ല, അടരൂല. ഇതാ ഇപ്പൊ ഇവിടെ പറയും. പറഞ്ഞ തെങ്ങടരും മുടര. ഞാൻ വിചാരിച്ചിട്ട് എന്തോ മുട ഉണ്ട്. പഠിച്ചു വെച്ചു. തെങ്ങരടും മുരടരൂല. തെങ്ങ് തൊട്ടേ തെറ്റി ചേട്ടാ. തെങ്ങ് തൊട്ടേ കടന്നു. തെങ്ങടയല്ല, മറ്റേ ഇത് പാലട. എപ്പോഴും പാലടയൊക്കെ കുറിച്ച് ഓർമ്മയുള്ളൂ. ഇല്ലില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്യോ. ആ, റെഡി. തെങ്ങടരും മുരടടരൂല. വീടില് തെങ്ങടരും മുരടടരൂല. തെങ്ങടരും മുരടടരൂല. തെങ്ങടരും മുരടടരൂല. തെങ്ങടരും മുരടര. വരണ്ടായിരുന്നല്ലേ? ഒരു നാട്ടിൻപുറത്ത് എല്ലാരും കാണുമല്ലോ അല്ലേ? കാണും. അപ്പൊ അവരോട് പറയണം കേട്ടോ, ഞാൻ ഇങ്ങനെ ഇതിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്, ഒന്ന് കാണണമെന്ന്. അതേ കാണല്ലെന്ന് പറയൂ. കാണാൻ പറയും. എന്തായാലും ശരിയാക്കി പറഞ്ഞല്ലോ ഒരു പ്രാവശ്യമെങ്കിലും. കൃഷ്ണ ഒന്നുകൂടെ ട്രൈ ചെയ്യണോ? ഒന്നുകൂടെ. ആ, തെങ്ങാടാരും മുരടാരും. Ready? തെങ്ങടരും മുരടടരൂല. ആ, അതന്നെ വീട്ടില്. തെങ്ങടരും മുരടടരൂല. നിങ്ങൾ എന്തിനാ ഈ തെങ്ങാടാരും മുരടാരും തെങ്ങാടാരും മുരടാരും അങ്ങനെ പറയരുത്. നല്ല സ്പീഡില് ഒരേ ശബ്ദത്തിൽ പറയും. ആ, തെങ്ങടരും. ബാക്കിയെല്ലാം നമ്മൾ അടർത്തി കളയണം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കൃഷ്ണ, അഞ്ജലി, താങ്ക് യു സോ മച്ച്. അടുത്ത രണ്ട് യുവ പ്രതിഭകൾ ഇതാ ഇങ്ങോട്ട് വരാൻ പോവാണ്. വാ, രണ്ട് മുടിയന്മാർ. നമസ്തേ. ഞാൻ വന്നപ്പോഴേ തന്നെ നോട്ടോട്ട് വെച്ചേക്കണം. നല്ല ഹെയർ സ്റ്റൈൽ. രണ്ടുപേരുടെ അല്ലേ? എന്തിനു പഠിക്കുന്നു? എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് ആണോ? ഏത് ഇയർ? ഫസ്റ്റ് ഇയർ. എവിടെയാണ്? പാമ്പാക്കട ഹോളിക്കിങ്സിൽ. പാമ്പാക്കട ഹോളിക്കിങ്സ്. ഇതിനകത്ത് വല്ല പാമ്പങ്ങാനും ഉണ്ടോ? അത്രയും കാട് പിടിച്ച് കിടക്കുന്നു. നല്ല നല്ല മുടി കേട്ടോ. എത്രാമത്തെ വർഷം? ഫസ്റ്റ് ഇയർ. നിങ്ങളോ? സെയിം കോളേജിൽ തന്നെ. സെയിം കോളേജ്. ചേട്ടാ, ഒരു കയ്യകലത്തിലൊക്കെ നിന്നോട്ടോ. എന്താ പേര്? എൻ്റെ പേര് ജോൺ. ജോൺ ഇത്രയും നല്ല ബോൾഡായിട്ട് സംസാരിക്കും. ഇങ്ങോട്ട് കയറി വരാനൊക്കെ ഒരു ഇത് കാണിക്കുന്നു. ഇങ്ങോട്ടില്ല, നല്ല ഹെയർ സ്റ്റൈൽ. നിങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് നിന്നാണോ? എൻ്റെ വീട് തിരുവാങ്കുളം. ഇദ്ദേഹം മുളന്തുരുത്തി. പ്ലസ് 2 അങ്ങ് ഒരുമിച്ച് പഠിച്ചു. ആണോ? അപ്പൊ ഞാനൊരു ഗെയിം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും, ഉറപ്പാണ്? ചെയ്യാം, നോക്കാം. വളരെ ഈസിയാണ്. ഇല്ല, ഏകദേശം അടുത്ത വരെയൊക്കെ എത്തുള്ളൂ. പഠിക്കുന്ന വിശേഷങ്ങളെല്ലാം ഞാൻ ഈ ഗെയിം കഴിഞ്ഞിട്ടേ ചോദിക്കൂ. പിന്നെ ഈ ഗെയിം ചെയ്യുന്നതിന് മുമ്പ് ചെറിയ റൂൾസ് ഉണ്ട്. വേറൊന്നുമല്ല, കൈ ബാക്കിൽ കെട്ടുക. ബാക്കിൽ കെട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ. ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം ഈ കൈ അഴിക്കാവും കേട്ടോ. റെഡി? കൊണ്ടുവരും. ഈ കൈ പുറകെ കെട്ടിട്ട് എങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കും ചേട്ടാ? ചപ്പാത്തിക്ക് കുഴയ്ക്കൊന്നും വേണ്ട. അത് മാവ് നല്ല അരിമാവ് ഇരിപ്പുണ്ട്. വിഷമൊന്നുമല്ല, നല്ല മാവാണ്. പിന്നെ ഇതിൽ ചെയ്യേണ്ട വേറൊന്നുമല്ല, ബാക്കിൽ കൈ കെട്ടുക. ഞാൻ 1 രൂപ തൊട്ട് ഇതിനകത്തിടും. കടിച്ചെടുക്കുക. എത്രയും പെട്ടെന്ന് എടുക്കുന്നവർക്കാണ് സമ്മാനം. റെഡി? ആദ്യം ആരാണ്? ഹായ്, ചെല്ലോ. ഇതാ 1 രൂപയാണ്. എല്ലാവരും കാണത്തക്ക രീതിയിൽ. കണ്ടല്ലോ? ജോൺ റെഡി? ബാക്ക് കൈയ്യട്ട്. അതതിനകത്തിട്ടോ. എന്താ പേര്? എന്താ പേര്? പേര് പറയടാ. എൻ്റെ പേര് ജോൺ. ഇദ്ദേഹത്തിന്റെ ശരിക്കും ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. നീ കുറെ തിന്നോ അത്? എടാ, പൈസ കടിച്ചടിക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാ മാവെടുത്ത് തിന്നേ? മാവില്ലാത്തല്ലേ പൈസ അടക്കാം. പക്ഷെ ഇത് നല്ല സ്റ്റൈലുണ്ട് കേട്ടോ. ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പുട്ട വയ്ക്കാറ്. മാവ് അത്രയും എടുത്ത് കഴിച്ച് കളഞ്ഞു. വരൂ, നിങ്ങൾക്ക് വേറെ പൈസ ഇടാം കേട്ടോ. ഇത്രയും സ്പീഡിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എടുത്തു. മാവ് നല്ല 1 രൂപയല്ലേ? ഇതാണ് കഴിച്ചെടുക്കാൻ എളുപ്പതാ. ബാക്കിൽ നിന്ന് കൈ ഞാൻ പറഞ്ഞതിന് ശേഷമേ അഴിക്കാവൂ. ഓക്കെ, റെഡി? കൈ അടിച്ചൂടെ? ആ, കൈ കൊണ്ട് എടുക്കല്ലേ, കൈ ഉപയോഗിക്കരുത്. ആ, തട്ട്.
ആ, എന്താ പേര്? പേര് പറയണോ? പേര് പറയണോ? പേര് ജെറി മരണ്ടായിരുന്നെന്ന് തോന്നണ? ഇതായിരുന്നല്ലോ ടാസ്ക്. ഇതായിരുന്നല്ലോ ടാസ്ക്. ഇത് ഈസിയാണോ? എളുപ്പമുള്ള ഒരെണ്ണം തരട്ടെ. ഓക്കെ, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ശരിക്കും അതിന്റെ റൂട്ട് നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കടിച്ചെടുത്തു. സമ്മതിച്ചു കേട്ടോ. താങ്ക് യു. എന്താ ജെറിൻ? ജെറിൻ ജോൺ. ടോം ആൻഡ് ജെറി ആയിരുന്നെങ്കിൽ പേര് നല്ല രസമായിരുന്നു. ടോം ആൻഡ് ജെറി അതുപോലെ ഉണ്ട് കേട്ടോ. കാർട്ടൂൺ സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ. താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രഞ്ജിനിക്ക് ശരിക്കും അഹങ്കാരം ഇല്ലേ? ഉണ്ട്. ചേട്ടൻ എന്നെ എത്ര വർഷമായിട്ട് അറിയാം? 10 വർഷമായിട്ട് അറിയാം. എനിക്ക് അഹങ്കാരം ഉണ്ടോ? ഏയ്, ആങ്കർ ആവാൻ വേണ്ടിയിട്ടുള്ള 5 ടിപ്സ്. നമ്മൾ പറഞ്ഞത് ആർക്കും മനസ്സിലാവരുത്. രഞ്ജിനി ശരിക്കും പഴയതിനേക്കാൾ വളരെ വളരെ സുന്ദരിയായി. അല്ല എന്താ എന്തോ ഉണ്ട് കേട്ടോ. അല്ല നിന്നെ പോലെ തന്നെ ആങ്കർ പണി ഞാനും പഠിച്ചു സൂചിപ്പിക്കാൻ. ഒരു ഷോ നടക്കുന്ന രഞ്ജിനി വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ കംപ്ലീറ്റ് അറിയണം. അപ്പൊ ഒന്ന് പ്രാക്ടീസ് നോക്കണ്ടേ? മാന്യമായിട്ട് രീതിയിലൊന്നും പറയരുത്. ഹലോ, ഡിവോഴ്സ് ഉറപ്പാണ്. സ്വന്തമായിട്ട് എങ്ങനെ എന്തെങ്കിലും കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? നാം ഒരിക്കലും വിവാദങ്ങളെ തപ്പിപ്പോരുത്. വിവാദങ്ങൾ നമ്മെ തേടി വരുന്നതായിരിക്കും. ഹരിദാസ്. ശരിക്കും രഞ്ജിനിയെ കെട്ടിപ്പിടിക്കാൻ ഏത് റൗണ്ട് വരെ എത്തണം? സത്യം, ഞാൻ വീട്ടിലോട്ടൊന്നും പോകണില്ല. ശരിക്കും പ്രേമമുണ്ടോ? ഉണ്ട്. കുട്ടിയുടെ പേരെന്താ? അവളുടെ വീട്ടുകാരും കാണും. ഇനി പറഞ്ഞോ. ഒരു കുഴപ്പമില്ല. എന്നാ പറയ് പേര്. ആ ഇടരുന്നൊരിൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാളിൽ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇനി ഒരു പാട്ടുകാരൻ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. വരും. നല്ല കൈയടിച്ചു. എന്താ പേര്? രഞ്ജിത്ത്. ആ, നമുക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ പ്രേമത്തിലെ പ്രേമം കണ്ടോ? പ്രേമം കണ്ടു. എത്ര പ്രാവശ്യം കണ്ടു? ഞാൻ 4 വട്ടം കണ്ടു. എന്റെ ദൈവമേ. തിയേറ്ററിൽ പോയി കണ്ടേ. ആണോ? ശരി, അപ്പൊ എന്തായാലും ആ പ്രേമത്തിലെ പാട്ട് നിങ്ങൾക്ക് കാണാതെ അറിയാം. ഏതാണ് പ്രേമത്തിലെ ഏത് പാട്ടാ? ആലുവാപ്പുഴ. ശരി, ആലുവാപ്പുഴ. റെഡി? നല്ല ക്ലാപ്പ് കൊടുത്തോ. നിങ്ങളുടെ നാട്ടുകാരനാണ്. ആലുവാപ്പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തിന്നി തിന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തിന്നി തിന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ്. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോകില്ലേ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തിന്നി തിന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിട്ട് പാടി. ഇതിനു മുമ്പ് പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. കോളേജിലൊക്കെ പാടിയിട്ടുണ്ട്. ഗായകനാണ് അവിടെ എല്ലാവരുടെയും അല്ലേ? ഈ പാട്ട് പാടുന്ന ആൺകുട്ടികളോട് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹമാണ്. ഏതെങ്കിലും പാട്ട് പാടുന്ന ആൺകുട്ടി ഉണ്ടെങ്കിൽ ഈ ഉച്ചയ്ക്കുള്ള ഇന്റർവെൽ അല്ലെങ്കിൽ ബ്രേക്കിന്റെ ടൈം ആവും പെൺപിള്ളേരൊക്കെ വട്ടത്തിൽ കൂടും. ഒരു പാട്ട് പാടുക അങ്ങനെയൊക്കെ ഉണ്ടോ ക്ലാസ്സിൽ? ഇല്ല, അങ്ങനെയില്ല. ക്ലാസ്സിൽ അങ്ങനെ പാടാറില്ല. ഇതിലും ഫംഗ്ഷനൊക്കെ വരും എല്ലാരും പറയും പാട് അല്ലേ? ശരി, അപ്പോ നമുക്ക് വേണ്ടി ഒരു 4 വരിയും കൂടെ പാടണം.
ഏതാണ്? പ്രേമത്തിൽ തന്നെ ആ? വളരെ പ്രേമം പ്രേമം തലക്ക് എടുത്തേക്കുക. പ്രേമം തലക്ക് പിടിച്ചു. ശരിക്കും പ്രേമം ഉണ്ടോ? ഉണ്ട്. ശ്ശോ, എനിക്ക് വയ്യ, നാളെ വരുന്നു. ഇത് നമ്മള് എന്താ telecast കുട്ടിയുടെ ചെയ്യും പേര്? കുട്ടിയുടെ പേരെന്താ? ടെലികാസ്റ്റ് ചെയ്യും. വീട്ടുകാർ കാണും, ഓർത്തോണ്ട് പറയണം. അവളുടെ വീട്ടുകാരും കാണും. ഇനി പറഞ്ഞോ. ഒരു കുഴപ്പമില്ല. ആ, ആഹാ. അപ്പൊ arranged ആണ്. ധീരൻ, ധീരൻ. എന്നാ പറയ് പേര്. ആ, കൃഷ്ണ എന്നാണ് പേര്. കൃഷ്ണ. കൃഷ്ണ. അപ്പൊ അടുത്ത് മലരെ. മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിവേറിയ കനവെല്ലാം മായുന്ന പോലെ അലിപോടിനരികത്തിൻ നനയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാനെൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരുമറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടരുന്നൊരിൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാളിൽ തളരുന്നൊരിൻ്റെ അനുതോറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ. താങ്ക് യു. കൃഷ്ണയുടെ പേര് മാറ്റിയിട്ട് ഈ പ്രേമം കണ്ടതിന് ശേഷം മലരെ എന്നങ്ങനെ ഇടാൻ താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്. പേര് മതി, കുഴപ്പമില്ല. അത് പേര് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ രസകരമായ ഇന്നത്തെ ഈ ചിരി കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്.